Hello everyone, once again welcome back to Success Academy's YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 13-ാം തീയതിയിലെ GD എക്സാമിൻ്റെ 4th ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, A truck's value is reduced by 17% and is now worth rupees 33,32,948. What was its original price? ഒരു ട്രക്ക് ഉണ്ട്, അതിൻ്റെ പൈസ 17% കുറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 17% കുറഞ്ഞതിന് ശേഷമുള്ള വാല്യൂ ആണ് 33,32,948 രൂപ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 100%, ആദ്യം 100% ആയെങ്കിൽ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു? 17% കുറഞ്ഞു. 100ൻ്റെ 17% കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ നിന്ന് 17 കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 83%. അപ്പോൾ 17% കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് 83%. 83%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 33,32,000 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ 83% ആണ് 33,32,948 രൂപ. അങ്ങനെയെങ്കിൽ 100% കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? 1% കാണാം. 1% എന്ന് പറയുന്നത് ഈ നമ്പർ ഡിവൈഡ് ബൈ 83 ആണ്. അതേ ഇൻറ്റു 100 കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടും by 83 into 100. ഇത്രയും വലിയ വാല്യൂ കണ്ടിട്ട് ഞെട്ടണ്ട, നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടണം. 3 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടുക? 6 വെച്ചിട്ട്. എന്താ 3 ഇൻറ്റു 6 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 8 ലാസ്റ്റ് ഡിജിറ്റ് വന്നു, ഇവിടെയും 8 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇവിടെ എത്രയോ നമ്പർ ഉണ്ട്, ലാസ്റ്റ് 6 ആയിരിക്കും, പിന്നെ 2 സീറോയും കൂടി വരും 100ൻ്റെ. ഏതാണ് ഓപ്ഷൻ? അങ്ങനെ ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 4 and 900. മീൻ പ്രൊപ്പോർഷണലിൻ്റെയും അതുപോലെ തേർഡ് പ്രൊപ്പോർഷണലിൻ്റെയും ഫോർത്ത് പ്രൊപ്പോർഷണലിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. ചില ഷിഫ്റ്റിൽ ഒരേ ഷിഫ്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ തവണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മീൻ പ്രൊപ്പോർഷണൽ, അതായത് 3 സംഖ്യകൾ എ ബി സി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B ഈക്വൽ ടു B/C ആയിരിക്കും. ഇതിൽ ബീനെയാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വന്നു? B² = A × C. അങ്ങനെയാണെങ്കിൽ ബി എന്താണ്? √A × C ആണ് ബി. ഇവിടെ എത്ര വരും? A എന്ന് പറയുന്നത് 4 ആണ് ഇൻറ്റു 900. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, 900ൻ്റെ സ്ക്വയർ റൂട്ട് 30. അപ്പോൾ എത്ര ആൻസർ വന്നു? 60. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്തത്, if the increase in the percentage of the consumption of a commodity is 25% so that overall budget does not change, then the price of the commodity falls by. ഏതോ ഒരു സാധനം അതിൻ്റെ കൺസംഷൻ എന്ത് സംഭവിച്ചു? 25% കൂടി അല്ലേ? 25% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ്? ബഡ്ജറ്റ്, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച്, പ്രൈസ് എത്ര കുറയണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. അതായത് നമ്മൾ എത്ര കിലോ സാധനം എത്ര രൂപയ്ക്ക് മേടിച്ചു, അതാണ് എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു കൺസംഷൻ. അപ്പോൾ കൺസംഷനിലാണ് എന്ത് വന്നേക്കുന്നത്? 25% ഇൻക്രീസ് വന്നേക്കുന്നത്. 25% നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ആക്കുമ്പോൾ 100ൽ 25, അതായത് ഇതിന് ബൈ 100 ചെയ്യുമ്പോൾ 1/4 എന്നാണ് ഫ്രാക്ഷൻ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ റേഷ്യോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 25% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് ഇൻക്രീസ് ചെയ്യുന്നേക്കാളും മുന്നേ ആദ്യത്തെ വാല്യൂ എത്രയായിട്ട് എടുക്കുക? ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ കൺസപ്ഷൻ്റെ വാല്യൂ 4 ആയിരുന്നെങ്കിൽ 25% കൂടി. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുക. 4 + 1 5 ആണ്. കൺസംഷൻ 4:5 ആയി. ഇനി ഇവിടെ എന്തുണ്ട്? പ്രൈസ് ഉണ്ട്, താഴെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ സെയിം ആവണമെന്ന് പറഞ്ഞേക്കുന്നത്, അതായത് ഇവിടെ എക്സും വൈയും വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ 4 × X ചെയ്യുന്ന വാല്യൂ 5 × Y ചെയ്യുന്ന വാല്യൂ സെയിം ആയിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് എക്സ്പെൻഡിച്ചർ സെയിം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 4:5 നേരെ തിരിച്ചെഴുതിയാൽ പോരെ. 4:5 പകരം നമ്മളിവിടെ 5:4 എന്ന് എഴുതി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 4 × 5 20, 5 × 4 20. ഇപ്പം എന്തായി? എക്സ്പെൻഡിച്ചർ സെയിം തന്നെയായി. നമുക്ക് കാണേണ്ടത് പ്രൈസിൽ വന്നേക്കുന്ന ഫോളാണ്, അതായത് 5 4 അപ്പോൾ എത്രയാണ് വ്യത്യാസം? 1 വ്യത്യാസം. ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ
20%. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ. അടുത്തത് the average cost of an apple, an orange and a mango is rupees 36 and the average cost of an apple and orange is rupees 28 and that of an orange and a mango is rupees 32. Cost of an orange is. 3 ഫ്രൂട്ട്സ് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഇത് മൂന്നെണ്ണത്തിൻ്റെയും കൂടി ആവറേജ് 36 രൂപയാണ്. പിന്നെ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടിയിട്ടാണെങ്കിൽ 28 രൂപയാണ്. ഓറഞ്ചിൻ്റെയും മാംഗോയുടെയും 32 ആണെങ്കിൽ ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓറഞ്ചിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. എത്ര? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ എങ്ങനെ വരും? ആപ്പിളും ഓറഞ്ചും മാംഗോയും 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിൻ്റെയും കൂടിയാണ് 36. അപ്പോൾ ആവറേജ് 36. ഇവിടെ സം ഉണ്ട് ഡിവൈഡ് ബൈ നമ്പർ എത്രയാണ്? 3. അപ്പോൾ 3 പേരുടെയും കൂടി ആക്ച്വൽ സം ഇവിടെയാണെങ്കിൽ അത് വിലയാണ്. എത്ര വരും? ആപ്പിൾ പ്ലസ് ഓറഞ്ച് പ്ലസ് മാംഗോ എന്ന് പറയുന്നത് 36 × 3 ചെയ്യുമ്പോൾ നമുക്ക് 108 ആണ് വരിക. ഓക്കെ അല്ലേ? അടുത്തത് ആപ്പിളും ഓറഞ്ചും. ആപ്പിളും ഓറഞ്ചും കൂടിയാണെങ്കിൽ 28 രൂപ ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്ര വരും? 2 പേരാണുള്ളത്. അപ്പോൾ 28 × 2 56 ആണ് ആപ്പിളും ഓറഞ്ചിൻ്റെയും കൂടി. അടുത്തത് ഓറഞ്ചും മാംഗോയും. ആവറേജ് 32 ആണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ 2 പേരുള്ളതുകൊണ്ട് 32 × 2 ചെയ്യുക, 64 ആണ് ഇവരുടെ ആക്ച്വൽ വാല്യൂ. നമുക്ക് ആരെയാണ് കാണേണ്ടത്? ഓറഞ്ചിൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ആപ്പിൾ പ്ലസ് മാംഗോ പ്ലസ് ഓറഞ്ച് ഈക്വൽ ടു 56 + 64 എന്ന് പറയുന്നത് 120 അല്ലേ? ആപ്പിളും മാംഗോയും ഓറഞ്ചും 2 ഓറഞ്ചും കൂടി കൂട്ടുമ്പോൾ 120 ആണ്. ഇത് ആപ്പിളും ഓറഞ്ചും മാംഗോയും കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ? 108 ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? 108 പ്ലസ് ഒരു ഓറഞ്ച് ഈക്വൽ ടു 120. അങ്ങനെയെങ്കിൽ ഓറഞ്ചിൻ്റെ വാല്യൂ എത്ര വരും? 120 മൈനസ് 108 ഈക്വൽ ടു 12 രൂപ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് പ്രൊപ്പോർഷണൽ ടു 8 and 12. വീണ്ടും പ്രൊപ്പോർഷണാലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. എ ബി സി 3 സംഖ്യകളിൽ തേർഡ് പ്രൊപ്പോർഷണൽ ഏതാണ്? മൂന്നാമത്തെ സംഖ്യ, അതായത് സി. എന്ത് വരും? a/b ഈക്വൽ ടു b/c. അപ്പോൾ സി ഈസ് ഈക്വൽ ടു b² ഡിവൈഡഡ് ബൈ എ. b² എത്രയാണ്? 12 × 12 ഡിവൈഡഡ് ബൈ 8. 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 2, 3 അഗെയിൻ 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ 6 വന്നു. അപ്പോൾ 3 × 6 18. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 20 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 18, 56 and 42? ഏത് നമ്പറിനോട് നമ്മൾ 20 കൂട്ടിക്കഴിഞ്ഞാലാണ് 18, 56, 42 എന്ന് പറയുന്ന 3 സംഖ്യകൾ വെച്ചിട്ട് ആ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്ത് ചെയ്യുക? 18, 56, 42 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് അവരുടെ LCM അല്ലേ? അപ്പോൾ നമുക്ക് LCM കാണാം. എങ്ങനെ LCM കാണാം? 18, 56, 42. ഇതിൽ 2 കോമൺ ആണ്. അപ്പോൾ 18/2 9, 56/2 എന്ന് പറയുന്നത് 28, 42നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ആണ്. ഇനി ഇതിലെന്ത് കോമൺ ഉണ്ട്? 3 കോമൺ ഉണ്ട്. 9ലും 21ലും 3 കോമൺ ഉണ്ട്. 3, 28 അങ്ങനെ തന്നെ താഴേക്ക് എഴുതി, കാരണം 28 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 21/3 എന്ന് പറയുന്നത് 7 ആണ്. ഇനി ഇതിലാരാണ് കോമൺ? 7 കോമൺ ഉണ്ട്. 28ൽ 7 × 4 ആണ് 28. 4, 1. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുമില്ല കോമൺ ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2 × 3 6, 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. 42 × 3 × 4. 42 × 3 എത്രയാണ്? 126 × 4 എന്ന് പറയുമ്പോൾ 24. 504 ആണ് ഇവരുടെ LCM. അപ്പോൾ 504ന് നമുക്ക് ഈ 3 സംഖ്യകൾ വെച്ചിട്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞേക്കുന്നത്? ഏതോ ഒരു നമ്പർ പ്ലസ് 20. എക്സ് പ്ലസ് 20 ആണ് 504. അപ്പോൾ എക്സ് എത്രയായി? ഇതേ മൈനസ് 20. 4, 8, 4, 484. 484നോട് 20 കൂട്ടുമ്പോൾ നമുക്ക് 504 കിട്ടും. 504 ഈ പറയുന്ന 3 സംഖ്യകളുടെ LCM ആയതുകൊണ്ട് എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത് അരുൺ ആൻഡ് അതിഥി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് സെപ്പറേറ്റ്ലി ഇൻ 8 days and 12 days respectively. After 2 days of working alone, Aditya leaves the work in
ആദിത്യ ലീവ്സ് ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് അരുൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. അരുണും ആദിത്യയ്ക്കും ഒരു വർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? 8 ദിവസവും 12 ദിവസമാണ് വേണ്ടത്. എന്നിട്ട് ആദിത്യ ഒറ്റയ്ക്ക് 2 ദിവസം പണി ചെയ്തു, അതിനുശേഷം പോവാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വർക്ക് അരുണിന് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണം? എങ്ങനെ ചെയ്യും? അരുൺ അതിഥി, ഇവിടെ അതിഥി തന്നെയാണ്. അരുൺ അതിഥി രണ്ടുപേരും എത്ര ദിവസം എഴുതുവാണ്? 8, 12. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത് 8ൻ്റെയും 12ൻ്റെയും LCM ആണ്. എത്രയാണ് LCM? 24 ആണ് 8ൻ്റെയും 12ൻ്റെയും LCM. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. 8 × 3 ആണ് 24, 12 × 2 ആണ് 24. അപ്പോൾ രണ്ടുപേരുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ കൂട്ടി 3:2. ഇനി അതിഥി 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിഥിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 2 × 2 4 യൂണിറ്റ് വർക്ക് ചെയ്തു. ടോട്ടൽ 24 ആണ്, 4 ചെയ്തു, ബാക്കി എത്രയുണ്ട്? റിമൈനിങ് വർക്ക് ഇസ് ഈക്വൽ ടു 24 - 4 = 20. ഇനി അരുണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരും? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് 20/3. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 6 × 3 18 ആണ്. അപ്പോൾ 20ൽ 3 6 തവണ, ബാക്കി എത്ര ശിഷ്ടം വന്നു? 2. അപ്പോൾ 18 + 2 20, 6 2/3 ഡേയ്സ്. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അടുത്തത്, എ ഷോപ്പ് കീപ്പർ ലിസ്റ്റഡ് ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ ടേബിൾ അറ്റ് ₹2,500. If he sold it at 20% discount and 10% additional discount, then what is the selling price? Of the table? ഒരു ടേബിളിൻ്റെ മാർക്ക്ഡ് പ്രൈസ് ആണ് എത്ര? 2500. അതിനുശേഷം 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് 20%, ഒന്ന് 10%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ നെറ്റ് ഡിസ്കൗണ്ട്, സിംഗിൾ ഇക്വലൻ്റ് ഡിസ്കൗണ്ട് കാണേണ്ട ഇക്വേഷൻ എന്താണ്? A + B - AB/100 ആണ് അല്ലേ? അപ്പോൾ 20 10 എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള സംഖ്യയുണ്ട്. ഇവർ രണ്ടുപേരും, അതായത് 20 10ൻ്റെ സിംഗിൾ ഇക്വലൻ്റ് എത്രയാണ്? 28 ആണ്. എങ്ങനെ ചെയ്യുക? 10 20 + 10 - 20 × 10 / 100. 20 + 10 എന്ന് പറയുന്നത് 30 ആണ്. ഇവിടെ -2 വരും. അപ്പോൾ 30 - 2 28% ആണ് എന്ത്? ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് 28% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് വരിക? 100 - ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. 100 - 28 എന്ന് പറയുന്നത് 72% ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 2500 ആണ്. സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് വേണം? മാർക്ക്ഡ് പ്രൈസിൻ്റെ 72% കണ്ടാൽ മതി. എത്ര വരും? 1800 അല്ലേ? ഓപ്ഷൻ നമ്പർ 1. അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. The population of a town was 250,000 3 years ago. If it has increased by 3%, 4% and 6% in the last 3 years, find the present population of the town. ഒരു ടൗണിൻ്റെ 3 വർഷം മുന്നേ ഉള്ള പോപ്പുലേഷൻ എത്ര? 2,50,000. ഇത് ഓരോ വർഷവും, ആദ്യത്തെ വർഷം 3% കൂടി, പിന്നെ 4% കൂടി, പിന്നെ എത്ര ശതമാനം കൂടി? 6% കൂടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള പോപ്പുലേഷനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ആദ്യം 100 ആയിരുന്നെങ്കിൽ 103 രണ്ടാമത്തെ ഇയറിൽ 100 ആയിരുന്നെങ്കിൽ 104. കാരണം എന്താ? 3% ഇൻക്രീസ്, 4% ഇൻക്രീസ്. അടുത്തത് 100 ആണെങ്കിൽ 106 ഇതെന്ന് പറയുന്നത് ഇനീഷ്യൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഉള്ളത്. ഇത് ഇപ്പോഴുള്ള പോപ്പുലേഷൻ, പ്രസൻറ്റ് പോപ്പുലേഷനും 3 വർഷം മുന്നേ ഉള്ള പോപ്പുലേഷനും. 3 വർഷം മുന്നേ ഉള്ള പോപ്പുലേഷൻ അല്ലേ ഈ 2,50,000. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രസൻറ്റ് പോപ്പുലേഷൻ ഇസ് ഈക്വൽ ടു 2,50,000 ഇൻറ്റു 103 ഇൻറ്റു 104 ഇൻറ്റു 106 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഇൻറ്റു 100. അതെന്താ? 100 ക്യൂബ്. അതാണ് 2.5 ലക്ഷം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം ഡിവൈഡ് ബൈ 100 ക്യൂബ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തത്, അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെന്നുള്ളൂ ഇങ്ങനെ. ഓക്കെ ആണല്ലോ? 4 0 കട്ട് ചെയ്തു. ഇനി എന്തുണ്ട്? ഇതിന് 4 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 25 വരും. ഇവിടെ എത്ര വരും? 26 വരും. 25 25 കട്ട് ചെയ്തു.
106 ഇൻറ്റു 103 എത്ര വരിക? 10,918 എന്നാണ് വരിക. ഇനി ഒരു 26 കൂടി ബാക്കിയില്ലേ, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇരുപത്തെട്ട് 38 68 ഓക്കെ 28 38 68. ഓപ്ഷൻ നമ്പർ 2 2,83,868 അല്ലേ? 2,83,868. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കേർഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ വിത്ത് റേഡിയസ് R1 unit is the same as the total surface area of another hemisphere with radius R2, then find R2. R1ഉം R2ഉം തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. R1 എന്ന് പറയുന്നത് ഒരു എന്താണ്, സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് R1. ഇതാണ് R1. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ പകുതി. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആണ് R2. അപ്പോൾ സ്ഫിയറിൻ്റെ എന്ത് കേർഡ് സർഫസ് ഏരിയ, സ്ഫിയറിനെ സംബന്ധിച്ച് കേർഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും സെയിം ആണല്ലോ. അപ്പോൾ എന്താണ് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ? 4πr1² ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന കേർഡ് സർഫസ് ഏരിയയും പിന്നെ ഈ സർക്കിളിൻ്റെ ഏരിയയും വരില്ലേ. അപ്പോൾ ടോട്ടൽ ഒരു ഫുൾ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ, അതായത് ഇതിൻ്റെ കറക്റ്റ് പകുതിയല്ലേ, അത് എത്ര വരും? 4πr²/2 2πr² വരും. അപ്പോൾ ഈ കേർഡ് സർഫസ് ഏരിയ മാത്രം 2πr² ആയി. ഇനി എന്തും കൂടി ഉണ്ട്, താഴെ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ എത്രയാണ്? 1πr² കൂടി പ്ലസ് πr². എത്രയാണ് ടോട്ടൽ? 3πr² ഈക്വൽ ടു 3πr². പൈയും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ R2² എത്ര വന്നു? 4 × R1²/3 ആണ്. അപ്പോൾ R2 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2R1 /√3. 2R1 /√3 അതാണ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? അടുത്തത് ₹11,500 is borrowed at compound interest at the rate of 5% per annum, compounding annually. What will be the amount to be paid after 2 years? Compound interestലെ ക്വസ്റ്റ്യൻ ആണ്. 5% പലിശ. എത്രയാണ്? 11,500 രൂപയാണ് ബോറോ ചെയ്യുന്നത്. അതായത് പ്രിൻസിപ്പൽ ആണ് എത്ര? 11,500. 5% വെച്ചിട്ട് 2 ഇയർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? സക്സസീവ് ചേഞ്ചിൽ ചെയ്യാം. അതിന് എന്ത് ചെയ്യണം? 5%ൻ്റെ ഫ്രാക്ഷൻ ആക്കണം. 5%ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/20 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിളിൻ്റെ എമൗണ്ടിൻ്റെ റേഷ്യോ എന്ത് വരും? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നതിൻ്റെ ഡിനോമിനേറ്ററിനെയാണ് പ്രിൻസിപ്പിളായിട്ട് എടുക്കുക, 20. ഇനി എമൗണ്ട് എത്രയായി? 5% എന്ന് പറയുമ്പോൾ 20 + 1, അതായത് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ 21 ആണ് എമൗണ്ട്. ഇത് ഫസ്റ്റ് ഇയറിൽ. രണ്ടാമത്തെ ഇയറിൽ എന്ത് തന്നെയായി? 21 ആയി. അപ്പോൾ എമൗണ്ട് പ്രിൻസിപ്പിൾ 400 ആയി. എമൗണ്ട് എന്ന് പറയുന്നത് 21ൻ്റെ സ്ക്വയർ 441. 400ൻ്റെ വാല്യൂ ആണ് എത്ര? 115,00. 11,500 ആണ് എത്ര? 400. കാരണം റേഷ്യോ വൈസ് നമുക്ക് കിട്ടിയേക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 400 യൂണിറ്റും ആക്ച്വലി 11,500 ആണ്. അപ്പോൾ 400 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 11,500. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 11,500/400. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് എത്ര യൂണിറ്റ് ആണ്? 441. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? ഓപ്ഷൻ നമ്പർ 2 12,678 രൂപ 75 പൈസ. ഓക്കെ അല്ലേ? അടുത്തത്, the marked price of a jacket is ₹3,500. A shopkeeper offers 5% discount on it and then again offers 15% on the new price and then again offers 20% discount on the new price. How much one has to pay for it? ഒരു ജാക്കറ്റിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 3,500 രൂപയാണ്. എന്നിട്ട് ഇതിൽ 3 ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. എത്രയൊക്കെ വിധം? 5%, 15%, 20%. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ആണ് കാണേണ്ടത്. നമുക്കിതിനെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് കണ്ടിട്ടായിരുന്നു കണ്ടത്. ഇത്തവണ നമുക്ക് എങ്ങനെ ചെയ്യാം? സക്സസീവ് ചേഞ്ച് മെത്തേഡിൽ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് 5%നെ 1/20 എന്ന് എഴുതി ഇല്ലേ?
ഡിസ്കൗണ്ട് 5% ആണ്. 5%ന് ഫ്രാക്ഷൻ ആകുമ്പോൾ 1/20 എന്ന് എഴുതി. ഇനി ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. ഇതാണ് എത്ര? 1/20. അപ്പോൾ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് എത്രയാണെന്ന് എടുക്കാം? മാർക്ക്ഡ് പ്രൈസ് 20 ആണെന്ന് എടുക്കാം. മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 20. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 1. ഡിസ്കൗണ്ട്. മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 20. 20 മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 1 ആണ്. സെല്ലിംഗ് പ്രൈസ് എത്ര വന്നു? 19. കാരണം എന്താ? ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ മാർക്ക്ഡ് പ്രൈസിനേക്കാളും എപ്പോഴും കുറവായിരിക്കും സെല്ലിംഗ് പ്രൈസ് അല്ലേ? മാർക്ക്ഡ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എന്ത് വരും? 5%ന് 1/20 എന്ന് എഴുതിയുകൊണ്ട് മാർക്ക്ഡ് പ്രൈസ് 20 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അതിനേക്കാളും കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? 1/20. ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക. 19. അടുത്തത് 15%. 15%ന് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/20 എന്നാണ് വരിക അല്ലേ? 15% ഇസ് ഈക്വൽ ടു 3/20 ആണ്. അപ്പോൾ 20 ആണ് മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 20 മൈനസ് 3 17. അടുത്തത് 20%. 20%ന് 1/5 എന്നാണ് എഴുതുന്നത്. അപ്പോൾ 5 എത്രയായി? 4 ആയി. ഇനി എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് LHSും RHSലും വെട്ടിക്കളയാൻ പറ്റുന്ന സംഖ്യകളുണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ 4ഉം 5 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ ഇല്ലേ? 20 × 5 എത്രയാണ്? 100. 100 × 5 500 ആണെന്ത്? മാർക്ക്ഡ് പ്രൈസിൻ്റെ റേഷ്യോ. സെല്ലിംഗ് പ്രൈസ് 19 × 17. 19 × 17 എന്ന് പറയുന്നത് 323 ആണ്. അവിടെ കാണാൻ പറഞ്ഞേക്കുന്നത് ലാസ്റ്റത്തെ ഉള്ള, അതായത് സെല്ലിംഗ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസ് ആണ് എത്ര? 3500. റേഷ്യോ വൈസ് മാർക്ക്ഡ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 500 യൂണിറ്റ്. അപ്പോൾ 500 യൂണിറ്റ് ആണ് 3500. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് 3500/500. 5 0 കട്ട് ചെയ്തു. 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് 7 വന്നു. നമുക്ക് എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 323 യൂണിറ്റ്. അപ്പോൾ 323 യൂണിറ്റ് ഇൻറ്റു 7 21 2261. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാണ്ട് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെയ്താലും മതി. കാരണം എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3 × 7 1 വരും. 1 ലാസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ നമ്പർ 1. ഇങ്ങനെ ചെയ്താലും മതി. അടുത്തത് ആവറേജ് വെയിറ്റ് ഓഫ് എ ട്രക്ക് ആൻഡ് 4 കാർ ഈസ് 48 kg which is reduced by 1 kg if the weight of the truck is excluded. What is the weight of the truck? ഒരു ട്രക്കിൻ്റെയും 4 കാറിൻ്റെയും കൂടിയുള്ള ആവറേജ് എത്രയാണ്? 48 ആണ്. അതായത് 5 പേരുടെ ആവറേജ് ആണ്. 5 പേരുടെ ആവറേജ് ആണ് എത്ര? 48. ഇനി ഇതിൻ്റെ ട്രക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജിൽ 1 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ട്രക്കിൻ്റെ വെയിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഷിഫ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യുക? ആവറേജിൽ എന്ത് മാറ്റമാണോ വരുന്നത് അത് എല്ലാ ഒബ്സർവേഷനിലും വരും. അപ്പോൾ ആവറേജിൽ ഇവിടെ 1 കുറഞ്ഞു. അപ്പോൾ എന്താണ് മീനിങ്? ബാക്കിയുള്ള ഓരോരുത്തരിൽ നിന്നും 1 വീതം കുറഞ്ഞു. ബാക്കിയുള്ള എല്ലാ ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാറിൻ്റെ വെയിറ്റ് ആണ്. ബാക്കിയുള്ള 4 കാറിൻ്റെ വെയിറ്റിൽ നിന്നും 1 കുറഞ്ഞു. ഇനി ആവറേജിൽ 1 കൂടിയെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഓരോ ഒബ്സർവേഷനിലും 1 കൂടിയേനെ. അപ്പോൾ ഇവിടെ 4 പേരാണ് ബാക്കിയുള്ളത്. ആവറേജ് 1 കുറഞ്ഞ് 47 ആയി. അപ്പോൾ 1 കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരിലും 1 കുറഞ്ഞു. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പോൾ 4 പേരിലും 1 വെച്ച് കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്ര കുറഞ്ഞു? 4 കുറഞ്ഞു. പിന്നെ ഒരാൾ പോയ സമയത്ത് ആവറേജിൽ കുറവാണ് സംഭവിച്ചതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയ ആൾക്ക് ആവറേജിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ടായി അല്ലേ? അപ്പോൾ എത്ര കൂടുതൽ? 4 കൂടുതൽ. അപ്പോൾ ട്രക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആവറേജ് +4 = 52. മനസ്സിലായല്ലോ? ആവറേജിൽ എന്ത് ചേഞ്ചാണോ വരുന്നത് അത് ഇതിന് ഒബ്സർവേഷനിലും വരും. ഓരോ ഒബ്സർവേഷനിലും വരും. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഓരോ ഒബ്സർവേഷനിലും വരുന്ന ചേഞ്ച് എന്തിലും റിഫ്ലക്റ്റ് ചെയ്യും? ആവറേജിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആവറേജ് കൂടിക്കഴിഞ്ഞാൽ എത്രയാണോ കൂടുന്നത് അത് വെച്ച് ഓരോ ഒബ്സർവേഷനും കൂടും. ആവറേജ് കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെച്ചിട്ടാണോ കുറയുന്നത് അത് ഓരോ ഒബ്സർവേഷനിലും കുറയും. ഓക്കെ ആണല്ലോ? ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If A's income is 40% more than B's income, then what percentage does B earn less than A? എയുടെ ഇൻകം ബിയുടെ ഇൻകത്തിനേക്കാൾ 40% കൂടുതലാണെങ്കിൽ ബിയുടെ ഇൻകം എയുടെ ഇൻകത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ 40% എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/10 ആണ്. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താണെങ്കിൽ 2/5 എന്ന് വരും. A is to B. ഇവർ ബീനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത് മോർ ദാൻ ബി.
അപ്പോൾ ബിയുടെ എന്തെടുക്കാം 5 ആയിട്ട് എടുക്കാം. ബിയുടേത് 5 ആണെങ്കിൽ എയുടെ എന്താ പറഞ്ഞേക്കുന്നത് ബിനേക്കാൾ 40% മോർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്യാം. അപ്പോൾ 5 + 2 എന്ന് പറയുന്നത് 7. അപ്പോൾ എയുടെയും ബിയുടെയും ഇൻകത്തിൻ്റെ റേഷ്യോ എന്ത് കിട്ടി 7:5. ഇനി ചോദിച്ചേക്കുന്നത് ബി എനേക്കാളും എത്ര കുറവാണ് ഏൺ ചെയ്യുന്നത്. എത്ര കുറവാണ് 2 യൂണിറ്റ് ആരേക്കാളും എനേക്കാളും. അപ്പോൾ 2/7 × 100 അതായത് 200/7 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരെ 28 അല്ലേ. 60 8 തവണ 56 റിമൈൻഡർ 4 അപ്പോൾ എത്ര വന്നു 28 4/7 ഓപ്ഷൻ നമ്പർ 4. ഓക്കെ അല്ലേ. അടുത്തത് ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 4 cm ക്യാൻ ബി ഫോം ബൈ മെൽറ്റിംഗ് എ സോളിഡ് മെറ്റാലിക് ക്യൂബോയിഡ് ഓഫ് ലെങ്ത് 12 cm ബ്രെഡ്ത്ത് 8 cm ആൻഡ് ഹൈറ്റ് 8 cm. ഒരു ക്യൂബ് 4 cm സൈഡുള്ള ക്യൂബ് എങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത് ഒരു ക്യൂബോയിഡ് ഇതാണ് ഫോം ചെയ്തേക്കുന്നത്. ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട് 12 8 ഹൈറ്റും 8 തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം എന്നാണ് വെച്ചേക്കുന്നത്. ഈ മെൽറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഏത് കൺസെപ്റ്റാണ് ഏത് രീതിയിൽ അത് അപ്രോച്ച് ചെയ്യുക. മെൽറ്റ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ക്യൂബോയിഡിൻ്റെയും n നമ്പേഴ്സ് ഓഫ് ക്യൂബ്സിൻ്റെയും വോളിയം ഈക്വൽ ആണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ 12 × 8 × 8 = ഇത് എന്തിൻ്റെ വോളിയത്തിനോട് n നമ്പേഴ്സ് ഓഫ് വോളിയം ഓഫ് ക്യൂബിൻ്റെ വോളിയം a ക്യൂബാണ്. അതായത് 4 × 4 × 4 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 2 അഗെയിൻ 2 എത്ര വന്നു 3 3 × 2 6 6 × 2 12. അപ്പോൾ n = 12 ക്യൂബ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ അല്ലേ. അടുത്തത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 35 m/s ഇൻ ടേംസ് ഓഫ് km/h. ഒന്നുമില്ല m/s km/hലേക്കുള്ളതാണ് കൺവേർഷനാണ്. എങ്ങനെ ചെയ്യാം m/s km/hലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേസമയം km/h m/s കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റു 5/18 വെച്ചിട്ട് ചെയ്യാം. എത്രയാണ് 35 m/s ആണ്. എന്ത് ചെയ്യണം 18/5 കട്ട് ചെയ്തു. 7 × 18 എത്രയാണ് ആൻസർ 126. 7 × 18 126 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 126 km/h. അടുത്ത ദിവസത്തിലേക്ക് പോവാം. യാഷ് can do a piece of work in 49 days and Naman can do the same work in 35 days. Saurav can do the same work in 7 days. Find the total number of days required to complete the same work if they work in alternate days such that Yash works on the first day, Naman works on the second day, Saurav works on the third day, and then again Yash works on the fourth day and so on. 3 പേരുണ്ട് യാഷ് നമൻ സൗരവ്. യാഷിനാണെങ്കിൽ എത്ര ദിവസം വേണം 49 ഡേയ്സ് വേണം. നമനാണെങ്കിൽ 35 ദിവസം വേണം. സൗരവിനാണെങ്കിൽ 7 ദിവസം വേണം. എന്നിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. ആദ്യത്തെ ദിവസം യാഷ് ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമൻ, മൂന്നാമത്തെ ദിവസം സൗരവ്, നാലാമത്തെ ദിവസം വീണ്ടും യാഷ്. അങ്ങനെ സൈക്കിൾ പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം യാഷ് നമൻ സൗരവ് 49 ദിവസം 35 ദിവസം 7 ദിവസം. അപ്പോൾ ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇത് മൂന്നിൻ്റെയും LCM ആണ്. 49 35 7 എടുത്തു കഴിഞ്ഞാൽ 7 5 1 49 × 5 49 × 5 എന്ന് പറയുമ്പോൾ 245 ആണ് LCM. അപ്പോൾ അതാണ് എന്ത് ടോട്ടൽ വർക്ക്. ഇനി എഫിഷ്യൻസി കാണാമല്ലോ. 49 × 5 ആണ് 245, 35 × 7 ആണ് 245, 7 × 35 ആണ് 245. അപ്പോൾ 3 പേരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി ഫസ്റ്റ് ഡേ ആര് പണിയുന്നു യാഷ്. എത്ര യൂണിറ്റ് 5 യൂണിറ്റ്. രണ്ടാമത്തെ ദിവസം നമൻ എത്ര യൂണിറ്റായി 7 യൂണിറ്റ്. മൂന്നാമത്തെ ദിവസം സൗരവ് 35 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ എത്രയായി ടോട്ടൽ 47 യൂണിറ്റ് വർക്ക് 3 ഡേയ്സും കൊണ്ട് 3 ദിവസം കൊണ്ട് 47 യൂണിറ്റ് വർക്ക്. ഇനി എന്ത് ചെയ്യുക 245 അടുത്ത് കിടക്കുന്ന 47 ഒരു മൾട്ടിപ്പിൾ എടുക്കാം. അപ്പോൾ 47 × 5 ചെയ്ത് നോക്കാം. 47 × 5 എന്ന് പറയുമ്പോൾ 235 എന്ന് വരും. അപ്പോൾ 245 അടുത്താണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്യുക. ഇവിടെ 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേയ്സിൻ്റെ സൈഡിലും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഡേയ്സും കൊണ്ടാണ് എത്ര വർക്ക് ചെയ്യുന്നത് 235. ഇനി അടുത്ത ദിവസം അതാരാണ് യാഷാണ് ചെയ്യുന്നത്. യാഷ് 5 യൂണിറ്റ് വർക്കാണ്. 240. ഇനി അടുത്ത ദിവസം ഇനി എത്ര ഉണ്ട് ബാക്കി 5 യൂണിറ്റാണ് ബാക്കിയുള്ളത്. രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമനാണ്. അപ്പോൾ എത്ര സമയം വേണ്ടി വരും
റിമൈനിങ് വർക്ക് 5 ആണ്, നമ്മൻ്റെ എഫിഷ്യൻസി 7 ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി 5/7. ടോട്ടൽ എത്രയായി? 16 പ്ലസ് ഒരു 5/7, അതായത് 16 5/7. എത്ര ആൻസർ വന്നു? 117/7. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? അടുത്തത്, ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 286, 1001 ആൻഡ് 2420 ഈസ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x/2. ഈ പറയുന്ന 3 സംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? HCF. HCF എങ്ങനെയാണ്? 286, 1001, 2420. ഇതിലേതാണ് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്? 11 ആണ്. 26, 91, 22, 0 അല്ലേ? ഇനി ഇതിലൊന്നും കോമൺ ആയിട്ട് എടുക്കാനില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ, അതായത് എക്സ് എന്ന് പറയുന്നത് 11 ആണ്. x/2 എത്രയായി? 5.5. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? അടുത്തത്, in a 4 kilometer race A, B and C each running at a uniform speed secured first, second and third position respectively. If A beats B by 1 kilometer and B beats C by 1 kilometer, then how many meters does A beat C in the same race? 4 കിലോമീറ്റർ റേസ് ആണ്. എയും ബിയും സിയും ഉണ്ട്. ഇതിൽ എ ബിനെ 1 കിലോമീറ്ററിൽ തോപ്പിക്കും, ബി സിനെ 1 കിലോമീറ്ററിൽ തോപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് സിനെ തോൽപ്പിക്കുന്നത് എന്ന് കാണാം. ഇത് ഫുൾ 4 കിലോമീറ്റർ റേസ് ആണെന്ന് കരുതുക. അപ്പോൾ എ എത്ര കവർ ചെയ്തു? എ 4 കിലോമീറ്റർ കവർ ചെയ്തു. എ ബിനെ 1 കിലോമീറ്ററിൽ വെച്ചിട്ടാണ് തോപ്പിക്കുന്നത്. അപ്പോൾ ബി എത്ര കവർ ചെയ്തിട്ടുള്ളൂ? ബി 3 കിലോമീറ്റർ ആണ് കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് എത്രയായി? റേഷ്യോ എത്രയായി? 4:3. എഗെയിൻ രണ്ടാമത്തെ കേസിൽ ബി 4 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ സി എത്രയേ ചെയ്തിട്ടുള്ളൂ? സി 3 കിലോമീറ്റർ ചെയ്തിട്ടുള്ളൂ. കാരണം ബി സിനെ തോൽപ്പിക്കുന്നത് 1 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ ഇവരുടെ റേഷ്യോ എന്ത് വന്നു? 4:3 വന്നു. അത് അടുത്ത ലൈനിൽ എഴുതുക. ഇനി എന്ത് ചെയ്യുക? വേക്കൻറ്റ് സ്പേസിലേക്ക് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് എഴുതുക. അപ്പോൾ 3, 4, 16:12:9. എ 16 യൂണിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് ബി എത്ര യൂണിറ്റ് കവർ ചെയ്യുന്നുള്ളൂ? 9 യൂണിറ്റ് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 യൂണിറ്റ്. 16 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ എന്ന് പറയുന്നത് 4000 ആണ്. അപ്പോൾ 16 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 4000. ഒരു യൂണിറ്റ് എത്രയായി? 4000/16. ഡിഫറൻസ് ആണ് വെച്ചേക്കുന്നത് 7. എത്ര ആൻസർ വരും? 1750 മീറ്റർ. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. A shopkeeper sells his old stock at 25% loss on cost price but uses 30% less weight. What is his percentage profit or loss? ഒരാൾ ഓൾഡ് സ്റ്റോക്കൊക്കെ എന്ത് ചെയ്യാണ്? 25% നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. പക്ഷെ എന്താണ്? ആക്ച്വൽ വെയിറ്റ് അല്ല കൊടുക്കുന്നത്, 30% കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലാസ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? അത് എത്ര പെർസെൻറ്റേജ് ആണ് സംഭവിക്കുന്നത്? 25% എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം? 25 എന്ന് പറയുന്നത് 1/4 ആണ്. ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താക്കി എടുക്കാം? കോസ്റ്റ് പ്രൈസ് 4. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതായത് 4 മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത്? 1. അങ്ങനെയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 3. 25% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കാം? തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കി എഴുതുക. എന്നിട്ട് അതിൽ ഡിനോമിനേറ്ററിനെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ചെയ്യുക. കാരണം ലോസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എത്ര റേഷ്യോ വന്നു? 4:3. ഇത് ആദ്യത്തെ കേസിൽ. രണ്ടാമത് എന്താ പറയുന്നത്? 30% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ 100% ആണെങ്കിൽ 70% സാധനങ്ങളാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഷോപ്പ് കീപ്പറിന് എത്രേൻ്റെ ചിലവാകുന്നുള്ളൂ? 70% കറസ്പോണ്ടിങ് ആയിട്ടുള്ളതേ ഇദ്ദേഹത്തിന് ചിലവാകുന്നുള്ളൂ. പക്ഷേ എത്ര രൂപ കിട്ടുന്നുണ്ട്? 100% കറസ്പോണ്ടിങ് ആയിട്ടുള്ള തുക ഇയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്ത് നിന്ന് ചിലവാകുന്നത് 70% കറസ്പോണ്ടിങ് ആയിട്ടുള്ള തുകയും കിട്ടുന്നത് 100% കറസ്പോണ്ടിങ് ആയിട്ടുള്ള തുകയും. അപ്പോൾ ഇതെന്തായി? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 7:10. എത്ര വരും കോസ്റ്റ് പ്രൈസ്? ടോട്ടൽ 4 × 7 28, ഇവിടെ 30.
എത്ര യൂണിറ്റ്? 2 യൂണിറ്റ് എന്താണ്? ലാഭമാണ്. കാരണം സെല്ലിംഗ് പ്രൈസാണ് ഇവിടെ കൂടുതൽ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് എത്ര? 2/28 ഇൻറ്റു 100 അല്ലെങ്കിൽ 100/14 50/7. 50ൽ 7 എത്ര തവണ ഉണ്ട്? 7.1 സംതിങ് വരും. 7.14% ആയിരിക്കും എന്ത്? പ്രോഫിറ്റ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3. മനസ്സിലായല്ലോ? ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 13th ജനുവരി വരെയുള്ള എല്ലാ ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്